ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തവർ ഉൾപ്പെടെ 14 പേർക്ക് ദാരുണാന്ത്യം. ഇസ്രായേൽ കൊലപ്പെടുത്തിയ പലസ്തീനിയുടെ ഖബറടക്ക ചടങ്ങിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ഒന്നിലധികം ആക്രമണത്തിലാണ് 14 പേർ കൊല്ലപ്പെട്ടത്. ഇതിൽ പകുതി പേർ കൊല്ലപ്പെട്ടത് ഖബറടക്ക ചടങ്ങിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ പ്രാപിച്ചിട്ട് 9 മാസമായെങ്കിലും ഇസ്രായേൽ ദിവസേന കരാർ ലംഘിക്കുകയാണ്. വെള്ളിയാഴ്ച മധ്യ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ അൽബലാറ്റ മാർക്കറ്റ് പ്രദേശത്ത് സാധാരണക്കാരുടെ ഒത്തുചേരലിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു. 20 പേർക്ക് പരിക്കേറ്റതായി അൽ അവദ് ആശുപത്രി കൂട്ടിച്ചേർത്തു. ഇതേ പ്രദേശത്ത് നടന്ന മറ്റൊരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനിയുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരെയാണ് ഡ്രോൺ ലക്ഷ്യമിട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിയാണ് ജനക്കൂട്ടത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതായി AFP വാർത്താ ഏജൻസി വ്യക്തമാക്കി. മധ്യ ഗാസയിലെ ഒരു തീവ്രവാദ സെല്ലിൽ ആക്രമണം നടത്തിയതായി സൈന്യം അവകാശപ്പെട്ടു. എന്നാൽ ആക്രമണത്തിൽ നിരപരാധികളായ നിരവധി ആളുകൾക്ക് അപകടം സംഭവിച്ചെന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. ആക്രമണത്തെ പലസ്തീൻ സംഘടനയായ ഹമാസ് അപലപിച്ചു. ഗാസയിലെ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നിരപരാധികളായ സാധാരണക്കാരെ കൊല്ലുകയും ഭീതിയിലാഴ്ത്തുകയും ചെയ്യുകയാണ്. മധ്യസ്ഥ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും മുന്നിൽ വെച്ച് ഇത്തരം ക്രൂരമായ ആക്രമണങ്ങൾ തുടരുന്നതും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വെള്ളിയാഴ്ച പുലർച്ചെ വടക്കൻ നഗരമായ ബെയ്ത്ത് ലാഹിയയിലെ അബു തമാം സ്കൂളിന് സമീപം ഇസ്രായേൽ ഡ്രോൺ ബോംബ് ഇട്ടതിനെ തുടർന്ന് 52 വയസ്സുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. മധ്യ ഗാസയിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന അൽ സവർഹയിലെ ഒരു താൽക്കാലിക കെട്ടിടത്തിന് നേരെയും ഉണ്ടായ ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ ഒരു ഫ്ളാറ്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഖാൻ യൂനൂസിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ പരിക്കേറ്റ സ്ത്രീയും മരിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഗാസയിലെ ജനങ്ങൾക്ക് ഒരു ദിവസത്തെ പോലും സമാധാനം ലഭിച്ചിട്ടില്ല. യുദ്ധനിരീക്ഷക സംഘടനയായ ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡേറ്റ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം മെയ് മാസത്തിന് ശേഷം ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മാസം മാത്രം 40-ലധികം വൻ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ഇതോടെ ഗാസയിലെ യുദ്ധം എപ്പോൾ അവസാനിക്കും, തകർന്ന പ്രദേശങ്ങൾ എപ്പോൾ പുനർനിർമ്മിക്കാനാകും, സാധാരണ ജീവിതത്തിലേക്ക് പലസ്തീൻ ജനതയ്ക്ക് എപ്പോൾ മടങ്ങാനാകും എന്നീ ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയാണ്. ഇസ്രായേൽ ദിനപത്രമായ ഹാരറ്റ്സ് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം കുട്ടികളെ കൊല്ലുന്നത് പതിവ് സംഭവമായി മാറിയെന്ന് ആരോപിച്ചു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 274 കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗാസയിലെ പുനർനിർമ്മാണത്തിനായി ട്രംപ് ഭരണകൂടം ആവിഷ്കരിച്ച പദ്ധതി ഗാസയിലുടനീളമുള്ള വിപുലമായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നു മാറി റഫയ്ക്ക് സമീപമുള്ള ചെറിയ പൈലറ്റ് പ്രോജക്റ്റിലേക്ക് ചുരുക്കിയതായി അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ റിപ്പോർട്ട്. ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് പകരം കുടിയിറക്കപ്പെട്ട ചുരുക്കം ചില പലസ്തീനികൾക്കായി താൽക്കാലിക പാർപ്പിട കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രൊജക്ടിന് നിർദ്ദേശം. പോർട്ടബിൾ വീടുകൾ, പലസ്തീനിയൻ പൗരഭരണ സംവിധാനം, സുരക്ഷയ്ക്കായി പ്രാദേശിക പരിശീലനം ലഭിച്ച പോലീസ് സേന എന്നിവ ഉൾപ്പെടുന്നതാണ് പ്രൊജക്ട്. ഈ വർഷം പദ്ധതി നടപ്പിലാക്കാൻ സാധ്യതയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതിനായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും റഫയിലെ പാർപ്പിട കേന്ദ്രത്തിന്റെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഒക്ടോബർ 27 നടക്കാനിരിക്കുന്ന ഇസ്രായേൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് കാര്യമായ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.